നമ്മുടെ നിത്യജീവിതത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴോ ക്ഷേത്രദർശന വേളയിലോ ഈ മൂലമന്ത്രങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുന്നത് അതിവേഗത്തിലുള്ള ഫലസിദ്ധിക്ക് സഹായിക്കും. ഓരോ ദേവതയുടെയും അനുഗ്രഹം തേടാനുള്ള ഏറ്റവും ലളിതവും ശക്തിയേറിയതുമായിട്ടുള്ള മാർഗമാണിത്. പ്രധാന ദേവതകളും അവരുടെ മൂലമന്ത്രങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. വിഘ്നേശ്വരൻ, അതായത് ഗണപതി. ഓം ഗം ഗണപതയെ നമ. ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും നീക്കി വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ് എന്നീ മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കാൻ ഈ മന്ത്രത്തിന് കഴിയും. 108 തവണ വീതം എല്ലാ ദിവസവും ജപിക്കുക. അത് കഴിയുമ്പോൾ ഫലം കണ്ടു തുടങ്ങും. ഭഗവാൻ ശിവൻ. ഓം നമ ശിവായ. പഞ്ചാക്ഷരി മന്ത്രം എന്ന് അറിയപ്പെടുന്ന ഇത് പ്രപഞ്ചത്തിലെ 5 മൂലകങ്ങളെ, അതായത് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാനും ആന്തരികമായ ഭയങ്ങളെ ഇല്ലാതാക്കാനും ഈ മന്ത്രം നമ്മളെ സഹായിക്കുന്നു. പാപമോചനത്തിനും മനസ്സമാധാനത്തിനും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ രോഗമുക്തിക്കും ഐശ്വര്യം കൈവരിക്കുവാനും ഇത് സഹായിക്കുന്നു. മഹാവിഷ്ണു. ഓം നമോ നാരായണ. അഷ്ടാക്ഷരി മന്ത്രമാണിത്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ഇത് നമുക്ക് ജപിക്കാം. ജീവിതത്തിൽ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ മഹാവിഷ്ണു നമ്മളെ സഹായിക്കും. സുബ്രഹ്മണ്യൻ. ഓം വജൽ ഭവേ നമ. ഷൺമുഖൻ്റെ ഈ മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പ്രണയബന്ധങ്ങളിലെയും ദാമ്പത്യങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശത്രുക്കളെ ജയിക്കാനും ഈ മന്ത്രം നമുക്ക് ശക്തി നൽകുന്നു. ധർമ്മശാസ്താവ്. ഓം ഗ്രൂം നമ പരായേ ഗോപ്ത്രേ. ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും കഠിനമായ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അയ്യപ്പസ്വാമിയുടെ ഈ മൂലമന്ത്രം സഹായിക്കുന്നു. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇത് അത്യുത്തമമാണ്. സരസ്വതീ ദേവി. ഓം സം സരസ്വതേ നമ. അറിവിൻ്റെയും കലകളുടെയും ദേവതയാണിത്. വിദ്യാർത്ഥികൾ ഈ മന്ത്രം ജപിക്കുന്നത് ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരീക്ഷാഭയം അകറ്റാനും ഇത് ഉത്തമമാണ്. ശ്രീ ഭദ്രകാളി. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ. ഭക്തരെ എപ്പോഴും കാത്തുരക്ഷിക്കുന്ന കരുണാമയിയാണ് ഭദ്രകാളി. നെഗറ്റീവ് എനർജിയെ തുരത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ മന്ത്രം ജപിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഓം ക്ലീം കൃഷ്ണായ നമ. ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് കണ്ണൻ. ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉള്ളവർക്കും മാനസികമായ പിരിമുറുക്കം ഉള്ളവർക്കും ഈ മന്ത്രം വലിയ ആശ്വാസം നൽകും. ഹനുമാൻ സ്വാമി. ഓം ഹം ഹനുമതേ നമ. ഹനുമാൻ സ്വാമിയുടെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകും. കാര്യവിജയത്തിനും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ മന്ത്രം ശക്തി നൽകുന്നു. നരസിംഹമൂർത്തി. ഓം ശ്രൗ നമ. ഏറ്റവും ഉഗ്രമൂർത്തിയായ നരസിംഹദേവന്റെ ഈ മന്ത്രം ദൃഷ്ടിദോഷങ്ങൾ മാറാനും അദൃശ്യരായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മെ സഹായിക്കുന്നു. ശത്രുദോഷ പരിഹാരത്തിന് നരസിംഹമൂർത്തിയെപ്പോലെ ഇത്രമേൽ ശക്തിയുള്ള മറ്റൊരു ദേവനില്ല. നമ്മൾ അനുഭവിക്കുന്ന മിക്ക ദുരിതങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു എതിരാളി കാണും. ഈ ശത്രുദോഷങ്ങളും ബാധകളും ദൃഷ്ടിദോഷങ്ങളും പരിഹരിക്കുന്നതിന് നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം നമ്മെ സഹായിക്കും. മഹാലക്ഷ്മി. ഓം ഐം ശ്രീം ഹ്ലീം ക്ലീം നമ. മഹാലക്ഷ്മി കേവലം പണത്തിൻ്റെ മാത്രം ദേവതയല്ല, മറിച്ച് 8 തരം ഐശ്വര്യങ്ങളുടെ അധിപതിയാണ്. ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരവും പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ ശേഷിയുള്ളവയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വീടുകളിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക തേജസ് നൽകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണതയും ഭാഗ്യവും കൊണ്ടുവരുന്നു. ഇത് ജപിക്കേണ്ട സമയം വെള്ളിയാഴ്ചകളിലും സന്ധ്യാസമയത്തെ വിളക്ക് കൊളുത്തി ജപിക്കുന്നതാണ് അത്യുത്തമം. ദുർഗാദേവി. ഓം ഹ്രീം ദും ദുർഗായേ നമ. ദുർഗതി എന്ന വാക്കിനർത്ഥം കഷ്ടപ്പാടുകൾ എന്നാണ്. ദുരിതങ്ങളും ആപത്തുകളും ഇല്ലാതാക്കി ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദുർഗ. ദും എന്നത് ദുർഗാദേവിയുടെ അതിശക്തമായ ബീജമന്ത്രമാണ്. അപകടങ്ങൾ, അപ്രതീക്ഷിത തിരിച്ചടികൾ എന്നിവയിൽ നിന്ന് ഒരു കവചം പോലെ ഇത് സംരക്ഷിക്കുന്നു. ഉഗ്രരൂപിണിയാണെങ്കിലും ഭക്തരോട് അമ്മയെപ്പോലെ വാത്സല്യം കാണിക്കുന്ന ദേവിയാണ്. പേടി, ഉത്കണ്ഠ എന്നിവ അകറ്റി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് ജപിക്കേണ്ട സമയം ചൊവ്വാഴ്ച, വെള്ളി ദിവസങ്ങളിലും രാഹുകാലത്ത് ദേവിയെ പൂജിക്കുന്നതും ഭജിക്കുന്നതും ഫലപ്രദമാണ്. പാർവതീ ദേവി. ഓം ഹ്രീം ഉമായേ നമ. ശിവശക്തി സങ്കല്പത്തിലെ സ്ത്രീ ചൈതന്യമാണ് പാർവതി അഥവാ ഉമാദേവി. കുടുംബ ബന്ധങ്ങളുടെയും ദാമ്പത്യത്തിൻ്റെയും ആധാരശിലയായി പാർവതി ദേവിയെ കണക്കാക്കുന്നു. വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് ദേവിയുടെ ഈ മന്ത്രം വഴിവിളക്കാകുന്നു.
ദമ്പതികൾക്കിടയിലെ പിണക്കങ്ങൾ മാറാനും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കാനും ഇത് സഹായിക്കുന്നു. പൂർവികമായോ അല്ലാതെയുള്ള കുടുംബദോഷങ്ങൾ നീക്കാൻ ഉമാദേവിയുടെ കൃപ സഹായിക്കുന്നു. തിങ്കളാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും ജപിക്കുന്നത് ഇത് പ്രത്യേക ഫലം നൽകും. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ജപിക്കുക. മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ശ്രദ്ധയോടെ വേണം ജപിക്കാൻ. സാധിക്കുമെങ്കിൽ 108 തവണയോ അല്ലെങ്കിൽ 9, 27 എന്നിങ്ങനെ 9ൻ്റെ ഗുണിതങ്ങളായോ ജപിക്കുന്നത് ഗുണകരമാണ്. നമ്മുടെ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും വെറും വാക്കുകളല്ല, മറിച്ച് അവ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം തരുന്ന വഴികളാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ മൂലമന്ത്രങ്ങൾ കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് ഓരോ ദേവതയുടെയും ചൈതന്യത്തിലേക്കുള്ള താക്കോലാണ്. തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ജീവിതത്തിനിടയിൽ ദിവസവും കുറച്ച് സമയം ഈ മന്ത്രങ്ങൾക്കായി മാറ്റിവെച്ച് നോക്കൂ. അവ നൽകുന്ന മാനസികമായിട്ടുള്ള ശക്തിയും ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല.